അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് സംഭവം, വീഡിയോ ഇടാറില്ലേ, ഇപ്പം എന്ത് പറ്റി. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഹലോ ഗായ്സ്, അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ രൂപം. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ത് ഒരു പ്രൊഫഷനിലോട്ടാണ് ഞാൻ കടക്കാൻ പോകുന്നത്. കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്, അപ്പം നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് അപ്പം നിങ്ങൾ ലൈക്ക് എന്നെ റീസെൻ്റ്ലി ലൈക്ക് കുറേ കാലമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം, ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പം ഐ തിങ്ക് അറൗണ്ട് നവംബർ ആയപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ നിർത്തി. ആൻഡ് സംബന്ധിച്ച് കുറച്ച് എക്സാംസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കുറച്ച് എക്സാംസ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാംസ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ യൂണിഫോം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്ത് എക്സാമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്തായാലും ഇൻഷാ അല്ലാഹ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാര്യം പറഞ്ഞു, ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ വിചാരിച്ചു, കാരണം കുറേ നാളായിട്ട് വീഡിയോ ചെയ്യണം വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു സ്റ്റാർട്ട് കിട്ടാണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഒരു നല്ലൊരു ദിവസമായിട്ട് വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിനെ ഇപ്പം CMC കോയമ്പത്തൂർ മറൈൻ കോളേജ് CMCയിലാണ് പഠിക്കുന്നത്. GME ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് GME കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്, ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് 1 ഇയർ കോഴ്സാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഷിപ്പിൽ കയറാനുള്ളൊരു കോഴ്സാണ്. ലൈക്ക് ഇക്വലൻറ്റ് ടു മറൈൻ എഞ്ചിനീയറിംഗ് ഫോർ 4 ഇയേഴ്സ്. അപ്പോൾ ഞാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് GME കോഴ്സ് പഠിച്ചിട്ട് ഷിപ്പിൽ കയറുന്നു. അപ്പോൾ എനിക്ക് MSCയുടെ സ്പോൺസർഷിപ്പ് ആസ് വെൽ ആസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ലിറ്ററലി MSc സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് പോലെയാണ്, ലൈക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് പോലെയാണ്. അപ്പോൾ MSc സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വർഷത്തെ കോഴ്സിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 2.5 months 3 months അടുപ്പിച്ചായിട്ടുണ്ട്. ഞാൻ നവംബർ 11th ഇവിടെ കയറിയത്. സോ എൻ്റെ ജേർണി ഇന്നല്ല നവംബർ 11 തൊട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ചാനലിൻ്റെ സാധാരണ രീതിയിലുള്ള കണ്ടൻസ് നിങ്ങളിപ്പോൾ ജസ്റ്റ് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രാവൽ ആയിരിക്കും. ലൈക്ക് അൺഫിൽറ്റഡ് UNFI VRS by UNFI എന്നാണ് ചാനലിൻ്റെ പേര് തന്നെ. അപ്പോൾ അൺഫിൽറ്റഡ് കണ്ടൻസ് ആണ് മോസ്റ്റ്ലി ഇടാറ്. ബട്ട് ഇനി കുറച്ചുകൂടെ സ്ട്രീം ലൈൻഡ് ആയിരിക്കും. സ്ട്രീം ലൈൻഡ് ഇൻ ദ സെൻസ് നമ്മൾ ഷിപ്പിൻ്റെ ജേർണി, ലൈക്ക് എങ്ങനെ അതിലോട്ട് എത്തുന്നു, എൻ്റെ ഇവിടുത്തെ അക്കാഡമിക്സ്, എൻ്റെ ഇവിടുത്തെ ഒരു ജേർണി ഷിപ്പിൽ കയറുന്നുള്ളതിൻ്റെ കാര്യങ്ങളും, ഹൗ ടു ലൈക്ക് ഇനിയിപ്പോൾ ഞാൻ കയറുന്നത് ട്രെയിനി മറൈൻ എഞ്ചിനീയറിംഗ് TME ആയിരിക്കും, കാഡറ്റ് എഞ്ചിൻ കാഡറ്റ് എന്ന് പറയും. അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഓരോരോ പടികൾ മുകളിലോട്ട് കയറൂലേ, അതൊക്കെ റെക്കോർഡ് ചെയ്ത് പോകുന്നതാണ് ഇനി ഈ ചാനലിൻ്റെ ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്, എന്തൊക്കെ എക്സാം എഴുതി, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ വേറെ ബോട്ട്സ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയിൽ കൂടെ നമ്മുടെ ഇന്നത്തെ കോളേജിൻ്റെ ഇന്നത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. കാരണം ഇത്ര നേരം പരേഡ് ഗ്രൗണ്ടിലും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഔട്ടിംഗ് ഉള്ള ദിവസമാണ്, ഫ്രീ ആണ്, പുറത്ത് പോകുന്നു. യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ ഇന്ന് ഇവൻറ്റിന് പോയത് കൊണ്ടാണ് ഇന്ന് അതേ കോലത്തിന് അതൊന്ന് വന്നിട്ട് ഇന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും മെർച്ചൻ്റ് നേവി, GME, MSc ലൈക്ക് ആ ഒരു ഷിപ്പിംഗ് സ്ട്രീംസ് എല്ലാത്തിനെ പറ്റിയും ഒരുവിധമുള്ള ഐഡിയ ഒക്കെ എനിക്ക് കിട്ടി. ഇവിടെ വന്നിട്ട് 2.5 മാസം ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ചോദിച്ചു, GP റേറ്റിംഗ് ആയാലും GME എടുത്തായാലും മറൈൻ എഞ്ചിനീയർ അവരെടുത്തായാലും എല്ലായിടത്തും ചോദിച്ചിട്ട് ഐഡിയ കിട്ടി. ഫാക്കൽറ്റീസൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്, അവരും കുറേയൊക്കെ ഇൻപുട്സ് തന്നായിരുന്നു. എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് മെൻഷൻ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത്. ദിസ് ഇസ് മീ റസ്ബൈ സൈനിങ് ഔട്ട് ഗൈസ്.